شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ മുദ്ദസിറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 6-ാമത്തെ ആയത്തിലാണ് നമ്മളുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തംനുൻ തസ്തക്സിർ. കൂടുതൽ ഇങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ച് അങ്ങോട്ടൊന്നും ചെയ്തു കൊടുക്കരുത്, അങ്ങോട്ട് ഔദാര്യം ചെയ്യരുത്. ഇതിൻ്റെ അർത്ഥം ഇതാണെന്ന് പറഞ്ഞു. അതിൻ്റെ 2-3 തഫ്സീറുകൾ പറഞ്ഞു. നമ്മൾക്ക് കിട്ടിയ സംഗതികളൊന്നും നമ്മുടേതാണ് എന്നോ നമ്മൾ ചെയ്തുണ്ടാക്കിയതാണ് എന്നോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നോ ഒന്നും ആഗ്രഹിക്കാനുള്ള അവകാശം നമുക്കില്ല. ബലില്ലാഹു യമുന്നു അലൈക്കും, അല്ലേ? അള്ളാഹു തആലയാണ് നിങ്ങൾക്ക് ഈ മിന്നത്തുകളൊക്കെ ചെയ്തു തന്നത്. റബ്ബാണ് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നത്. റബ്ബിനോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ആ ചിന്തയാണ് എപ്പോഴും വേണ്ടത്. അവൻ്റെ അടുത്ത് പ്രതിഫലം ലഭിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണർത്തി വെച്ചു. അപ്പോൾ ഈ ആയത്ത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം. നമ്മൾ ചെയ്യുന്ന അമലുകൾ കൊണ്ട് ഈ ഇജാബ് എന്ന് പറയുന്നൊരു സംഗതി വരാൻ പാടില്ല. ഈ ഇജാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ നമ്മൾ തിരക്കടില്ല എന്ന് തോന്നൂല. അതിനാണ് ഈ ഇജാബ് എന്ന് അറബി പറയുക. അജബ, അത്ഭുതപ്പെടുത്തി എന്നൊക്കെയാണ് ശരിക്കും അർത്ഥം. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ അത്ഭുതം തോന്നുക, നമ്മളെക്കുറിച്ചൊരു സന്തോഷം തോന്നുക, ഞാൻ ഭയങ്കരമാണ് എന്ന് തോന്നുക. അതാണ് ഇപ്പം എൻ്റെ ഒരു പച്ചമലയാണ്. പിന്നെ ചില സംഗതികൾ ചെയ്താൽ നമുക്ക് സ്വാഭാവികമായൊരു സന്തോഷമുണ്ടാവും. അതല്ല ഇവിടുത്തെ വിഷയം. ഇപ്പം നമ്മൾ കുറേ ഖുർആൻ ഓതി നോക്കുക, അൽഹംദുലില്ലാഹ്, ഒരു മനസ്സിന് റാഹത്തുണ്ടാവില്ലേ? അല്ലെങ്കിൽ നല്ല നിസ്കരിച്ച് നോക്കുക, തറാവിയൊക്കെ ശരിക്കും പങ്കെടുത്ത് നോക്കുക, രാത്രി ഖിയാമുൽ ലൈൽ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നമ്മളെ സഹായിച്ച് നോക്കുക, അല്ലെങ്കിൽ കുറച്ച് സംഭാവന വളരെ റാഹത്തായി കൊടുത്തു നോക്കുക. എന്നതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവില്ലേ, ഒരു സമാധാനം ഉണ്ടാവില്ലേ, സ്വാഭാവികമായ മനുഷ്യ സഹജമായ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അതിന് കുഴപ്പമില്ല. അതൊരു മനസ്സംതൃപ്തിയാണ്, അതുണ്ടാവും, അത് വേണം, അതൊരു സഹജമാണ്. അതല്ല ഇവിടുത്തെ ഉദ്ദേശം. അതിലപ്പുറം എന്ത്? അതിലപ്പുറം ഉള്ള ഒരു ചിന്ത, ഞാൻ തർക്കമില്ല കേട്ടോ, ഞാൻ ആരപ്പം മോന് കോളർ പിടിച്ച് കൊടുക്കുന്ന പരിപാടിയില്ല, നമുക്ക് കോളർ പിടിച്ച് കൊടുക്കുന്ന പരിപാടി അത് പാടില്ല എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. സന്തോഷിക്കാം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. സൂറത്ത് യൂനുസിൽ 58 അല്ലാഹു തആല അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ഫദ്ൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. സന്തോഷിക്കാം, മനസ്സിന് സംതൃപ്തി ഉണ്ടാകും, അതൊക്കെ ശരിയാണ്. അതിലപ്പുറം ഉണ്ടാകുന്നത് തെറ്റാണ്. വലാ തംനുൻ തസ്തക്സിർ എന്ന ആയത്തിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ ഈ ഇജാബ്, ഞാൻ തർക്കമില്ല എന്ന ഒരു ചിന്ത, അതേപോലെ എന്താണ് പറയുക, ഞാൻ കുറേ ചെയ്തു എന്നൊരു ചിന്ത, ഇതൊക്കെ നമ്മുടെ അമലുകളെ ബാധിക്കുന്ന വിഷയമാണ്. സൂറത്തുൽ ഫുർഖാനിൽ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് പോലെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. ഈ ആയത്ത് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ആയത്താണ്, ഓതേണ്ട ആയത്താണ്. നമ്മൾ ഒരുപാട് അമലുകളുമായി പടച്ച റബ്ബിനെ മുമ്പേ ചെല്ലുമ്പോൾ അല്ലാഹു തആല പറയാണ്, അവർ കൊണ്ടുവന്ന ആ അമലുകളൊക്കെ അല്ലേ ഞാനത് പൊടിയാക്കി പാറ്റിക്കളയും എന്ന്. സുബ്ഹാനല്ലാഹ്. എന്ന് പറഞ്ഞാൽ അതൊന്നും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതാവില്ല. ഒന്നെങ്കിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ റിയാ ഉണ്ടായിട്ടുണ്ടാവും, വേറെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്വന്തം അതിങ്ങനെ ചെയ്തിട്ട് ഞാൻ ഭയങ്കര ഉഷാറാണെന്ന് ഓനക്കനെ തോന്നിയിട്ടുണ്ടാവും, ഒരു കിബർ മഹാഭാവം ഉള്ളിലുണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഈ അമലുകളൊക്കെ പാടെ അള്ളാഹ് മുമ്പിൽ ചെന്നാൽ അള്ളാഹ് എന്താ കേട്ടോ എനിക്ക് വേണ്ടെന്ന് പറയും. ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരു നിലക്കും നമ്മൾ ഉഷാറാണ് എന്നൊരു തോന്നലുണ്ടാകാൻ പാടില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അള്ളാഹു തആല നിരവധി നിഅമത്തുകൾ ചെയ്ത് കൊടുത്തപ്പോൾ പക്ഷികളുടെ സംസാരം ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തത്, ഉറുമ്പുകളെ സംസാരം കീഴ്പ്പെടുത്തി കൊടുത്തത്, ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം കണ്ണിമ വെട്ടുന്നതിനിടയിൽ മുമ്പിലെത്തിച്ചു കൊടുത്തത്, ഇങ്ങനെയൊക്കെ വലിയ നിഅമത്തുകൾ ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്.
ഞാൻ ആരാ മോൻ എന്ന് പറഞ്ഞിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം കോളർ പിടിച്ച് കുറുക്കിയിട്ടില്ല. എന്താ പറഞ്ഞത്? ഇതൊക്കെ അള്ളാഹുവിന്റെ നിഅമത്താണ്. ലിയബ്ലുവനി അശ്കുറു അം അക്ഫുർ, ഞാൻ നന്ദി ചെയ്യുന്നവനാണോ അതല്ല നന്ദികേട് കാണിക്കുന്നവനാണോ എന്ന് പരീക്ഷിക്കാൻ എൻ്റെ റബ്ബ് തന്ന അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ. കണ്ടോ, നമുക്ക് അങ്ങനെ ചിന്ത ഉണ്ടാവാറുണ്ടോ? നല്ലൊരു ജോലി കിട്ടുമ്പോൾ ഇത് റബ്ബ് എന്നെ പരീക്ഷിക്കാൻ തന്നാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നല്ലൊരു വണ്ടി വാങ്ങുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ? നല്ലൊരു വീടുണ്ടാവുമ്പോൾ ഇത് റബ്ബിൻ്റെ ഫضലാണ് എന്നും എന്നെ പരീക്ഷിക്കുകയാണെന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനാരാ മോന്, എന്താ എൻ്റെ വണ്ടി, എന്താ ജോലി, ഞാൻ പഠിച്ച സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി, ഇങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിലും നമുക്ക് കുറച്ച് പൈസ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നല്ല ഒരു സ്റ്റാറ്റസ് ഉണ്ടാകുമ്പോൾ നല്ലൊരു ജോലി കിട്ടുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാകുമ്പോൾ സത്യത്തിൽ നമ്മുടെ തല കുനിയുകയല്ലേ വേണ്ടത്? വിനയം കൊണ്ട് തല പൊന്തുകയാണോ വേണ്ടത്? ഗർവ് നടിക്കുകയാണോ വേണ്ടത്? വിനയം കൊണ്ടല്ലേ വേണ്ടത്? ഒരു മാവിൽ മാങ്ങ ഉണ്ടാകുമ്പോൾ മാങ്ങ അതിങ്ങനെ പഴുത്ത് വരുമ്പോഴേക്കും അല്ലെങ്കിൽ മാങ്ങ അങ്ങനെ ഉണ്ടാകുമ്പോഴൊക്കെ ആ കൊമ്പിൻ്റെ കനം തൂങ്ങുക ചെയ്യുക, മേലേക്ക് വരില്ല ചെയ്യുക. നമ്മുടെ ഉള്ളിൽ കനമുണ്ടാകുമ്പോൾ, നന്മയുടെ കനമുണ്ടാകുമ്പോൾ നമ്മൾ താഴ്ന്ന് നമ്മുടെ തല കുനിയുകയാണ് വിനയം കൊണ്ട് ചെയ്യേണ്ടത്. മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ഈമാനിൻ്റെ അടയാളമാണ്. അത്തവാളു അലാമത്തുൽ ഈമാൻ നമ്മളെപ്പോഴും പറയാറുണ്ട്. അങ്ങനെ എന്ത് ഈമാനിൻ്റെ ഭാഗമാണ്, ഈമാനിൻ്റെ അടയാളമാണ് തവാളു എന്ന്. അപ്പോൾ ആ തവാളു ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട വലാ തംനൻ തസ്തക്സിർ എന്ന ആ ആയത്ത് കൊണ്ടുണ്ടാകുന്ന അതിൻ്റെ ഉദ്ദേശങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഒന്നും അധികം കിട്ടണം നമ്മൾ ആഗ്രഹിക്കില്ല. നമ്മൾ ഉഷാറാണെന്ന് നമുക്ക് ചിന്ത വരില്ല. കാരണം തവാളു എന്ന ഘടകം നമ്മളതിൽ നിന്ന് പിന്തിരിപ്പിക്കും. സുബ്ഹാനല്ലാഹ്. പിന്നെ ഞാൻ എൻ്റെ സ്ഥാനം, സമൂഹത്തിൽ എൻ്റെ സ്ഥാനങ്ങൾ, അതല്ലെങ്കിൽ എൻ്റെ സംഘടനയിലെ എൻ്റെ സ്ഥാനങ്ങൾ, എന്താണ് പറയുക, എൻ്റെ ജോലി, എൻ്റെ ഇൽമ്, എൻ്റെ പ്രസംഗങ്ങൾ, എൻ്റെ പ്രബന്ധങ്ങൾ, എൻ്റെ ലേഖനങ്ങൾ, ഇങ്ങനെയൊക്കെ പല ആളുകളും, അതേപോലെ എത്രയോ ആൾക്കാരാണോ എന്നെ കൊണ്ട് നന്നാകണത്, അങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ എന്താ പേര് കാരണം, എന്താ പേര് അർത്ഥം? ഞാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ ക്ലാസ് എടുത്തിട്ട് എത്രകാലം ആൾക്കാരാണ് നല്ല വഴിക്ക് വരുന്നത്, ഒരു ബാങ്ക്, അപ്പം ഞാൻ ഭയങ്കരമാണ്, മാഷാ അല്ലാഹ്, എന്നെ കൊണ്ടാണ് ഒരു നന്നാണത്, അങ്ങനെയൊന്നും ഒരു മനുഷ്യന് ചിന്തിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. നേരെ തിരിച്ചാണ് അയാൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു ഇതൊക്കെ നിന്റെ നിഅമത്താണല്ല, നീ എനിക്കതിന് അവസരം തന്നു, ഞാനത് പറഞ്ഞു കൊടുക്കുന്നു, ആളുകളത് കേൾക്കുന്നു, നിന്റെ നിഅമത്താണ്, നീയാണത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്, വലിയ അനുഗ്രഹമാണ് റബ്ബേ, നിലനിർത്തണേ തമ്പുരാനെ, നീ എനിക്ക് നല്ല ജോലി ഒന്ന് പഠിക്കാനുള്ള അവസരം തന്നു, അതുകൊണ്ട് നല്ല ജോലിയും കിട്ടി, അള്ളാഹു നിന്റെ നിഅമത്താണ് റബ്ബേ, നീ പരീക്ഷിക്കാനാണത്, നന്നായി കൊണ്ടുനടക്കാൻ തൗഫീഖ് തരണേ, നിന്റെ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടുത്തുന്ന റബ്ബേ, ദുആ ചെയ്യുക. ഞാൻ ഇന്ന സംഘടനയുടെ സെക്രട്ടറിയാണ്, പ്രസിഡന്റാണ്, നീ തന്ന അധികാരമാണ് അല്ലാതെ നല്ല നിലക്ക് കൊണ്ടുനടക്കാൻ തൗഫീഖ് നൽകണം റബ്ബേ. ഈ നിലക്കായിരിക്കണം അല്ലാഹുവിനോട് സംസാരം. വലാ തംനൻ തസ്തക്ഫിർ. സുബ്ഹാനല്ലാഹ്. പഠിക്കുന്നിടത്തോളം, സ്ഥാനമാനങ്ങൾ കൂടുന്നിടത്തോളം, അല്ലേ, സാമ്പത്തികമായി ഔന്നത്യം ലഭിക്കുന്നതോടൊപ്പം നമ്മൾ താഴ്ന്നു വരണം എന്നാണ് ഇമാം ശാഫി റഹ്മത്തുള്ളാഹി അലൈഹി എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ പഠിക്കും, ഞാൻ നന്നായി പഠിക്കും, പഠിക്കുന്നിടത്തോളം എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്നറിയോ, എൻ്റെ അറിവില്ലായ്മയുടെ വ്യാപ്തിയാണ് എനിക്ക് മനസ്സിലാവുന്നത്. സുബ്ഹാനല്ലാഹ്. കുല്ലമ ഇസ്ദത്തു ഇൽമൻ ഇസ്ദത്തു ഇൽമൻ ബിജഹ്ലി. ഞാനിങ്ങനെ ഇൽമു പഠിച്ചിടത്തോളം പഠിക്കുന്നിടത്തോളം എനിക്ക് മനസ്സിലാണെന്നറിയാം, എനിക്ക് അറിവില്ല എന്ന് മനസ്സിലായി എന്നാണ്. ആരാ പറയുന്നത്? സുബ്ഹാനല്ലാഹ്, ഇമാം ശാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അതാണ് വിനയമാണത്. പഠിക്കുന്നിടത്തോളം നമുക്കുണ്ടാവേണ്ട ഒരു പോളിസി, നമ്മുടെ ഒരു നിലപാടാണത്. എനിക്കിനിയും കുറേ പഠിക്കാനുണ്ട്, എനിക്കൊന്നും അറിയില്ല. പഠിക്കുന്നിടത്തോളം നമ്മൾ അപ്പോഴാണ് മനസ്സിലായി, നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ ഇങ്ങനെ മനസ്സിലായി വരുമ്പോൾ തോന്നും പഠിച്ചവനെ, അപ്പോൾ ഞാൻ അറിയാത്ത ഇത്ര സംഗതികളുണ്ട് എന്ന്. അതാണത് തവാളു. അതാണ് സുബ്ഹാനല്ലാഹ്. കുറച്ചെന്തെങ്കിലും അറിയുമ്പോഴേക്കും എനിക്കെല്ലാം അറിയാമെന്നും, അറബി 4 അക്ഷരം അർത്ഥം വെക്കാൻ അറിയുമ്പോഴേക്കും പരിശുദ്ധ ഖുർആൻ അർത്ഥം വെക്കാൻ അറിയാമെന്നും, അങ്ങനെ എനിക്ക് ഖുർആനിൽ നിന്ന് ഹുക്മുകൾ കണ്ടെത്താൻ കഴിയുമെന്നും എന്നൊക്കെ വിചാരിച്ച് വശായ കുറേ ആളുകൾ. അതൊന്നും ശരിയല്ലാത്ത നിലപാടുകളാണ്. മുഅ്മിനായ മനുഷ്യരാണെങ്കിൽ അല്ലാഹു തആല അവനെ ഉയർത്തുന്നിടത്തോളം അല്ലാഹു അവന് തവാളുവും കൊടുക്കും. അവന് നന്നായി കാര്യങ്ങൾ, സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോൾ അദബും അച്ചടക്കവും അല്ലാഹുവിനോട് കൊടുക്കും. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫത്ഹു മക്കയിലേക്ക് കടന്നപ്പോൾ, മക്ക മുഴുവൻ കീഴടക്കുന്ന ആ ഒരു സമയത്ത് മക്കയിലേക്ക് കടന്നപ്പോൾ ഞാൻ ഉഷാറാണ് എന്നുള്ള ചിന്തയോടെ അല്ല കടന്നത്, വല്ലാത്ത വിനയത്തോടെ ആയിരുന്നു കടന്നത് എന്നാണ്. സുബ്ഹാനല്ലാഹ്. തല താഴ്ത്തി വിനയത്തോടുകൂടെ അള്ളാഹുവിന് മുമ്പിൽ ശുക്ർ ചെയ്ത് വല്ലാത്തൊരു അവസ്ഥയിലാണ് ആ മക്കയിലേക്ക് കടന്നു ചെന്നത്. സുബ്ഹാനല്ലാഹ്. വലാ തംനൻ തസ്തക്ഫിർ. ഒരിക്കലും ഇങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ച് അങ്ങോട്ടൊന്നും കൊടുക്കരുത്. അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അമല് ചെയ്യുന്നവരാണ് എന്ന ചിന്ത മനസ്സിലുണ്ടാവരുത്. ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇങ്ങോട്ട് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കരുത്. അപ്പോൾ പിന്നെ ഹദിയകളും സമ്മാനങ്ങളും ഗിഫ്റ്റുകളൊന്നും കൊടുക്കാൻ പറ്റൂലേ? അതൊക്കെ കൊടുക്കാട്ടോ, എല്ലാം കൊടുക്കാം. തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിക്കണ്ട, അതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഗിഫ്റ്റ് കൊടുക്കേണ്ടതെന്നൊന്നും പറഞ്ഞതിന് അർത്ഥമല്ല കേട്ടോ.
അങ്ങനെയാണ് ഇപ്പം ഇന്ന് പലരും അങ്ങനെയാണ്, അങ്ങോട്ട് കൊടുത്താൽ അങ്ങോട്ട് കിട്ടും എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികമായി മനസ്സിൽ വരികയാണ്. അങ്ങനെ ആയിപ്പോയി നമ്മുടെ നാട്ടിലെ കർമ്മം. ആരാണത് ഉണ്ടാക്കിയെന്ന് അറിയില്ല. ഒരു പെട്ടി അങ്ങോട്ട് കൊണ്ടാൽ 2 പെട്ടി ഇങ്ങോട്ട് വരും എന്നുള്ളൊരു താല്പര്യം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ. ഹദിയകൾ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. ഗിഫ്റ്റുകളും സ്നേഹ സമ്മാനങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം. അത് പരസ്പരം സ്നേഹം വർദ്ധിപ്പിക്കാനുള്ള കാരണമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. തഹാദൗ തഹാബ്ബു, തഹാദൗ തഹാബ്ബു, നിങ്ങൾ പരസ്പരം ഹദിയകൾ കൊടുക്കൂ, ഗിഫ്റ്റുകൾ കൊടുക്കൂ, എന്നാൽ തഹാബ്ബു, നിങ്ങൾ പരസ്പരം എന്താണ് പറയുക, സ്നേഹമുള്ള ആളുകളാവും, നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദബുൽ മുഫ്രദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അപ്പോൾ അത് കൊടുക്കാം, പക്ഷെ അങ്ങോട്ട് കിട്ടണമെന്നുള്ള ആഗ്രഹം അപ്പോൾ കൊടുക്കുമുണ്ടാകാൻ പാടില്ല. അങ്ങനെ പിന്നെ അത് ഹദിയ എന്ന് പറയില്ലല്ലോ. അതിന് പിന്നെ അത് ഗിഫ്റ്റ് എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നതായി മുവത്തയിൽ ഇമാം മാലിക് തങ്ങൾ പറയുന്നു റഹ്മത്തുള്ളാഹി അലൈഹി, തസാഫഹു, നിങ്ങൾ പരസ്പരം മുസാഫഹത്ത് ചെയ്യണം. അത് യുദ്ഹിബുൽ ഗില്ല, പിന്നെ എന്താണ് പറയുക, പോരിനെ ഇല്ലാതെയാക്കും. മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം ഉണ്ടാണ്, മനസ്സിലുണ്ടാണ് അതിൽ പോര്, ഒരു ദേഷ്യം, എന്താണ് പറയുക, ഓനിപ്പോൾ ആരാൾ, അങ്ങനെ ഒരു മറ്റു മനുഷ്യരോടുള്ള, മറ്റുള്ള ആളുകളോടുള്ള ഒരു വെറുപ്പ് എന്നൊക്കെ പറയാം. അതല്ലെങ്കിൽ ഒരു എന്താണിപ്പോൾ പറയാം, ഗില്ല് എന്നത് മലയാളത്തിൽ അങ്ങനെ കൃത്യമായി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പല അർത്ഥം അതിൽ വരും. അപ്പോൾ അത്തരം മറ്റു മനുഷ്യന്മാരോടുണ്ടാകുന്ന മാനസികമായ എല്ലാ പ്രശ്നങ്ങൾക്കും അത് ഈ ഒരു മുസാഫഹത്ത് പരിഹാരമാണ് എന്നാണ്. നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ ആ കൈകൾ ചേരുന്നതോടുകൂടെ എന്താവും, മനസ്സ് തമ്മിലടുക്കുമെന്നാണ്. മനസ്സുകൾ തമ്മിലുള്ള അകലം കുറയും. എന്നിട്ട് അതിൻ്റെ ശേഷം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, തഹാദൗ, നിങ്ങൾ പരസ്പരം ഹദിയകൾ കൊടുക്കുക, സമ്മാനങ്ങൾ കൊടുക്കുക, തഹാബ്ബു, എന്നാൽ നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകും. അതുപോലെ തന്നെ ഷഹ്ന, ദേഷ്യം പോവുകയും ചെയ്യും എന്ന് പറയുന്നു. ഷഹ്ന എന്ന് പറഞ്ഞാൽ പരസ്പരം തമ്മിലുള്ള ദേഷ്യം, വെറുപ്പ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ വെറുപ്പുകൾ നീങ്ങാനും മനസ്സിലുള്ള പോര് നീങ്ങാനും പരസ്പരം സ്നേഹം ഉണ്ടാവാനും ഒക്കെ കാരണമാണ് സമ്മാനങ്ങൾ കൊടുക്കുക, മുസാഫഹത്ത് ചെയ്യുക, ഇത്തരം സംഗതികളൊക്കെ. അപ്പോൾ ഇത് കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചാവണം എന്നൊരു കണ്ടീഷൻ അവിടെ ഉണ്ട്. വലാ തംനൻ തസ്തക്സിർ എന്ന ആയത്തിൽ നമ്മൾ പഠിച്ചതുപോലെ. ഇതിന് സത്യത്തിൽ ഒരാളുടെ മനസ്സിൽ പോസിറ്റീവായ വലിയ ഒരു എനർജി അല്ലെങ്കിൽ വലിയൊരു ആന്തോളനം സൃഷ്ടിക്കാൻ ഇത്തരം സ്നേഹ സമ്മാന കൈമാറ്റങ്ങൾക്ക് കഴിയും എന്നത് അവിതർക്കിതമാണ്, എല്ലാവരും സംബന്ധിച്ചൊരു സംഗതിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണമെന്നാണ്. തബാദുൽ ഹദായ, തഹാദൗ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. തഫഅല വസ്നാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു. അപ്പോഴാണ് അതിന് പറയാം, ഒരാൾ അങ്ങോട്ടും മറ്റൊരാൾ ഇങ്ങോട്ടും കൊടുത്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോഴാണ് സ്നേഹമുണ്ടാകുന്നത്. ഒരാൾ മാത്രം ഗിഫ്റ്റ് കൊടുക്കാനും വേറുള്ളൊരു ഗിഫ്റ്റ് സ്വീകരിക്കാനും എന്നാണ്, അങ്ങനെയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. പക്ഷെ കൊടുക്കണ സമയത്ത് ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള കണ്ടീഷൻ മനസ്സിലുണ്ടാവരുത്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അയാളിങ്ങോട്ട് തന്നാൽ വാങ്ങണ്ടെന്നതിന് അർത്ഥമല്ല, വാങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങിയിട്ടുണ്ട്. മനസ്സിലാണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ കൽബ് കൊണ്ട് സ്നേഹിക്കാനും കൽബെടുക്കാനും അങ്ങനെ സമൂഹം സ്നേഹത്തിലാവാനും ഒക്കെ കാരണമാണത്. അതുകൊണ്ടത് ചെയ്യാം. അള്ളാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ചാവണമെന്ന് മാത്രം ഷർത്ത് വെക്കാൻ പാടില്ല. എന്ത് ഇങ്ങോട്ട് തിരിച്ചറിയാൻ പാടില്ല, നീയത്ത്. അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ നീയത്ത് ഉണ്ടാകാൻ പാടില്ല. ഹദിയ സ്വീകരിക്കാം, ഹദിയകൾ കൊടുക്കുകയും ചെയ്യാം ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ഉദ്ദേശത്തോടു കൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദിയകൾ സ്വീകരിക്കുകയും വയുസീബു അലൈഹ, തിരിച്ച് ഹദിയകൾ കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം, കൊടുക്കുകയും ചെയ്യാം, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അജീബുദ്ദാഇയ, നിങ്ങളെ ക്ഷണിച്ച ആളുകൾക്ക് മറുപടി കൊടുക്കണം. എന്നാൽ ക്ഷണിച്ചാൽ അവരുടെ വീട്ടിലേക്ക് പോകണം. വലാ തുറുദ്ദുൽ ഹദിയ്യത, ഹദിയകൾ തന്നാൽ അത് മടക്കരുത്, എന്താക്കരുത്, അത് വേണ്ട എന്ന് പറഞ്ഞ് നിരസിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസ്. വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നെ എന്താണ് പറയുക, തീരെ വിലയില്ലാത്തൊരു സാധനമാണ് ഒരാൾ എനിക്ക് ഹദിയ തന്നതെങ്കിലും ഞാനത് സ്വീകരിക്കും. അതല്ലെങ്കിൽ തീരെ വിലയില്ലാത്ത, അതല്ലെങ്കിൽ വളരെ ചെറിയ ഒരു പരിപാടിയിലേക്കാണ് എന്നെ ക്ഷണിക്കപ്പെട്ടതെങ്കിൽ ഞാനും അങ്ങോട്ട് പോകും, ഞാനതിന് മറുപടി കൊടുക്കും. നമ്മളൊക്കെ പല ആളുകളുടെയും നിലപാട് ഇന്ന് ഈ ഹദീസൊക്കെ വെച്ചിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, അല്ലേ? സുബ്ഹാനല്ലാഹ്. സദ്യമോശമാണെങ്കിൽ, അതല്ലെങ്കിൽ തറവാടില്ലാത്ത വലിയൊരു പേരും പെരുമയൊന്നുമില്ലാത്ത ഒരാളാണെങ്കിൽ ആലോചിച്ചപ്പോൾ ഞാൻ എന്തിനാ പോണ്, അങ്ങനെ ചിന്ത ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ ചില ഹദിയകൾ, ചില ഗിഫ്റ്റുകൾ നിരസിക്കുക, സ്വീകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ സ്വീകരിച്ചതിന് പകരം കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള
ഇതൊന്നും പിന്നെ സംവിധാനങ്ങളൊന്നും അല്ലെങ്കിൽ ഇത്തരം ചിന്താഗതികളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.